കേരളത്തിലെ എല്ലാ സിനിമാ പ്രേമികളും ഒരുപോലെ കാത്തിരിക്കുന്ന ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസ് ചെയ്ത് ലാലേട്ടൻ നായകനായിക്കൊണ്ട് ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ എത്തുന്ന പടമാണ് ദൃശ്യം 3. ഈ ഒരു പടത്തിന്റെ 3-ാം ഭാഗം കാണാനായിട്ട് ഒത്തിരി മലയാളികളാണ് കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ എങ്ങനെയായിരിക്കും ലാലേട്ടനും ആ ഒരു ഫാമിലിയും അപ്പിയർ ചെയ്യാനായിട്ട് പോകുന്നത്, പോലീസ് അന്വേഷണങ്ങൾ ഉണ്ടാകുമോ, ലാലേട്ടനെ ഈ പ്രാവശ്യമെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള രീതിയിലൊക്കെ ഒത്തിരി സംശയങ്ങളാണ് ഇപ്പം തന്നെ ജനങ്ങൾക്കുള്ളിലുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമ ഒരു സസ്പെൻസ് ത്രില്ലറായി തന്നെയാണ് ഈ ഒരു ദൃശ്യം 3യും ഇപ്പോൾ പുറത്തിറങ്ങാനായിട്ട് പോകുന്നത്. ഈ വരുന്ന മെയ് 21-ാം തീയതിയാണ് ഇതിൻ്റെ റിലീസ് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങുന്നതായിട്ട് ഇപ്പോൾ ലാലേട്ടൻ തന്നെ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. നാളെ വൈകുന്നേരം 5 മണിക്കായിരിക്കും, അതായത് ഏപ്രിൽ 29-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് ദൃശ്യം 3യുടെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങാനായിട്ട് പോകുന്നത്. അപ്പം നാളെ നിങ്ങൾക്ക് ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ ടീസർ കാണാനായിട്ട് സാധിക്കും. ടീസർ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണോ, അല്ലെങ്കിൽ ഒരു സസ്പെൻസ് ത്രില്ലറാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇറക്കുന്ന ഒരു സിനിമയാണോ എന്നൊക്കെ. എന്തൊക്കെയാണെങ്കിലും ആ ഒരു ജോർജ് കുട്ടിക്കും ഫാമിലിക്കും സംഭവിച്ചിരിക്കുന്ന ആ ഒരു കാര്യം ഈ ഒരു 3-ാം ഭാഗത്തോടു കൂടി അതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തും എന്നുള്ള കാര്യം ജിത്തു ജോസഫും ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെതായ അടുത്ത മാസം മെയ്യിൽ പുറത്തിറങ്ങുന്ന 2-ാമത്തെ പടമാണ് ഈ പറയുന്ന ദൃശ്യം 3. ഒന്നാമത്തത് മെയ് 1-ാം തീയതി തന്നെ റിലീസിനെത്തുന്ന പാട്രിയോട്ടാണ്. പാട്രിയോട്ടിൽ മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ അത്തരത്തിലുള്ള ഒരുപാട് താരങ്ങൾ അഭിനയിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് പടമാണ് ഈ പറയുന്ന പാട്രിയോട്ട്. പാട്രിയോട്ടിൻ്റെ ഈ പറയുന്ന ബുക്ക് മൈ ഷോയിൽ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓൺലൈൻ ബുക്കിങ്ങിൽ ഒരു റെക്കോർഡ് സൃഷ്ടിക്കാനായിട്ട് ഈ പറയുന്ന ലാലേട്ടനും മമ്മൂക്കയും ഒന്നിച്ച് വന്നിട്ടും സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. കാരണം ഈ പറയുന്ന പാട്രിയോട്ടിൻ്റെ ട്രെയിലർ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ള കാര്യം നമുക്ക് വലിയ പിടുത്തമല്ല. കാരണം ഇതുവരെയും മലയാളം സിനിമ ഇൻഡസ്ട്രി കാണാത്ത രീതിയിലുള്ളൊരു പ്ലോട്ടാണ് മഹേഷ് നാരായണൻ ആ ഒരു സിനിമയിലൂടെ പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു സിനിമയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമ കണ്ടിറങ്ങിയ സോഷ്യൽ മീഡിയയിലെ ആ ഒരു റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ബുക്ക് ചെയ്ത് പോകാം എന്നുള്ള രീതിയിലായിരിക്കും എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമയും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു പടം, ഇവർ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പടത്തിൽ ഒരുമിച്ച് അഭിനയിക്കുന്നത്. അപ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിലൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള പല വേഷങ്ങളും ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാട്രിയോട്ട് ബുക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി കാണുക. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ദൃശ്യം 3യുടെ ട്രെയിലർ നാളെ വൈകിട്ട് 5 മണിക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്